ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കൂടുതൽ സാവകാശം നൽകി ഹൈക്കോടതി. 6 ആഴ്ച സമയമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നീട്ടി നൽകിയത്. SIT ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു. ഇതിനിടെ കേസിൽ ഹൈക്കോടതി നടത്തിയ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നാണ് ഹർജിയിൽ കോടതി നിരീക്ഷണം നടത്തിയത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരാൻ. ആജ്ഞ, SITക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. കോടതിയുടെ ഭാഗത്തു നിന്ന് മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായി എന്ന് കരുതണോ? ഇന്ന് ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായും നൽകിയല്ലേ? ആജ്ഞയിലേക്ക് വരാം. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 6 ആഴ്ച കൂടി കോടതി അനുവദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. 6 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം സമയം ഇനിയും അന്വേഷിക്കാം SITക്ക് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അത് മറ്റ് കാര്യങ്ങൾ, ഒരുപക്ഷെ ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, വിവരങ്ങൾ. രഞ്ജിത്ത്, അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ച കൂടി സമയം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SIT ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ, അതായത് ജനുവരി 17-നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാലാവധി അവസാനിക്കുന്നത്. അതേസമയം 6 ആഴ്ച കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കാൻ SIT സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വിവരങ്ങൾ, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് ഈ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജനുവരി 19-ന് SIT ഇടക്കാല റിപ്പോർട്ട് 17-നായിരുന്നു തീയതി അവസാനിക്കുന്നത് നേരത്തെ തീരുമാനമനുസരിച്ചിട്ട്. പക്ഷേ ജനുവരി 19-ന് വീണ്ടും 5ാമത്തെ തവണ, ഇപ്പോൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന 4ാമത്തെ തവണയാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 5ാമത്തെ തവണ കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. എന്തായാലും അന്വേഷണം SITക്ക് തുടരാം. അത് മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആയി വരുന്ന സാഹചര്യം ഈ ഡിസംബർ 3-ന് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുണ്ടായ മെല്ലെപ്പോക്ക് നേരത്തെ കോടതി ഡിസംബർ 3-ന് ചേർന്നപ്പോൾ കോടതി നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വൻതോക്കുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാത്തത്, അതല്ലെങ്കിൽ അതിലേക്ക് അന്വേഷണം നീളാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അന്വേഷണ സംഘം കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ എവിഡൻസുകൾ പരിശോധിക്കേണ്ട സാഹചര്യവും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും നേരത്തെ തന്നെ അന്വേഷണ സംഘം SIT ഇതുമായി ബന്ധപ്പെട്ട് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ 6 ആഴ്ചത്തെ സമയമായിരുന്നു നൽകുന്നത്. അത് വീണ്ടും കോടതി നീട്ടി നൽകുന്നു. അതിനുശേഷമാണ് ഈ ജനുവരി 17-ന് കാലാവധി അവസാനിക്കുമ്പോഴാണ് വീണ്ടും 6 ആഴ്ചത്തെ സമയം കൂടി കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അന്വേഷണം, ശബരിമല സ്വർണ്ണപ്പാളിയിലുള്ള അന്വേഷണം ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ തുടരും. അതിൽ വ്യക്തമായ ധാരണയുണ്ടായ ശേഷം മാത്രമേ കോടതി ഇതിൽ നിന്നും പിന്തിരിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, ശരി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു.